ക്ലോണിംഗ് വെക്ടറിന്റെ ചില പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ നല്ലൊരു ക്ലോണിംഗ് വെക്ടറിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ടൂളിലേക്ക് നമ്മൾ കടക്കുന്നത്. ആദ്യത്തെ ടൂൾ എന്തായിരുന്നു? റെസ്ട്രിക്ഷൻസ്. മൂന്നാമത്തെ ടൂൾ അല്ല, രണ്ടാമത്തെ ടൂളാണ് ക്ലോണിംഗ് വെക്ടർ. ക്ലോണിംഗ് വെക്ടറിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വെക്ടർ തന്നെയാണ് ഈ ക്ലോണിംഗ് വെക്ടർ കേട്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റണ്ട. അപ്പോ ദേ ആർ ഏബിൾ ടു സെൽഫ് റെപ്ലിക്കേറ്റ്. കാരണം പ്ലാസ്മിഡ് ആലോചിക്കുക, അതൊരു വെക്ടർ ആണല്ലോ. അല്ലെങ്കിൽ ഫേജസ്, വൈറസ് ആലോചിക്കുക, അവരൊക്കെ സ്വന്തമായിട്ട് ഹോസ്റ്റ് സെൽ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നവരാണ്. ഇനി ദേ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് റെപ്ലിക്കാസ്, അതായത് ഒരുപാട് കോപ്പി ഉണ്ടാക്കുന്നവരാണ് അവര്. പിന്നെ ദേ ഷുഡ് ബി ഏബിൾ ടു ലിങ്ക് ഏലിയൻ DNA ഈസിലി ആൻഡ് റെപ്ലിക്കേറ്റ് ദം. അവർ സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്താൽ മാത്രം പോരാ, അവരോടൊപ്പം ലിങ്ക് ചെയ്യുന്ന ഏലിയൻ DNA കൂടി അവർ റെപ്ലിക്കേറ്റ് ചെയ്യണം. ഇനി ദേ ഷുഡ് പൊസസ് സെലക്ടബിൾ മാർക്കർ ജീൻസ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു തരുള്ളൂ കേട്ടോ. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയാം. ഇത് ഹെൽപ്സ് ടു ഡിഫറൻഷിയേറ്റ് ട്രാൻസ്ഫോമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോമൻസ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് വരും സ്ലൈഡുകളിൽ കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ പറഞ്ഞാൽ കൊള്ളാവും ആകെ, അതുകൊണ്ട് ഇപ്പൊ പറയണില്ല. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഒരു ക്ലോണിംഗ് വെക്ടറിന്. ഇതിലും കൂടുതൽ പ്രോപ്പർട്ടീസ് വേണം. ഞാനതെന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബുക്കിലൊക്കെ ഉണ്ട് ഇനിയും അധികം പ്രോപ്പർട്ടീസ്, പക്ഷെ നിങ്ങൾക്ക് ഇത്രയൊക്കെ മതി. ഇനി അടുത്തത് എന്താ? ബെസ്റ്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്ലാസ്മിഡും ബാക്ടീരിയഫേജസും, ഇതൊക്കെ കേട്ടതാണ്. നെക്സ്റ്റ് അടുത്തത് PBR 322. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആശയം. ഇമ്പോർട്ടന്റ് PBR 322. കാരണം ഇതാണ് ഫസ്റ്റത്തെ ആർട്ടിഫിഷ്യലി നമ്മൾ എഞ്ചിനീയർ ചെയ്തെടുത്ത വെക്ടർ. ഫസ്റ്റ് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത ക്ലോണിംഗ് വെക്ടർ ആണ് PBR 322. പ്ലീസ് നോട്ട് ഡൗൺ, നിങ്ങളുടെ എക്സാംസിനൊക്കെ ചോദിക്കും. ഇത് ഡെവലപ്പ് ചെയ്തത് 1977 ഇക്കോളയുടെ പ്ലാസ്മിഡിൽ നിന്ന്. ദാറ്റ് ഇസ് കോളി1 എന്ന് പറയുന്ന ഒരു ഇക്കോളൈ ബാക്ടീരിയ ഉണ്ട്, അതിന്റെ പ്ലാസ്മിഡിൽ നിന്നാണ് ഈ ഒരു വെക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. റോഡ്രിഗീസും ബൊലിവറും, ഈ രണ്ട് സയന്റിസ്റ്റുകളാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് 4361 ബേസ് പെയർ ലെങ്ത് ഉണ്ട്. ഈ PBR 322 എന്നുള്ള പേരില് P4 പ്ലാസ്മിഡ്, B4 ബൊലിവർ, R4 റോഡ്രിഗീസ്, 322 ഫോർ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ബാക്ടീരിയ. അതായത് ആ ഒരു ഇവര് യൂസ് ചെയ്ത ലബോറട്ടറിയിലെ കുറെ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ ഇവർ എക്സ്ട്രാക്ട് ചെയ്ത ബാക്ടീരിയയുടെ ആ ഒരു നമ്പറാണ് നമ്മളിപ്പോ റോൾ നമ്പർ പറയില്ലേ, അതുപോലെ 322 എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അത്രയുള്ളൂ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് PBR 322ന്റെ നിങ്ങൾ ടെക്സ്റ്റിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ടെക്സ്റ്റിൽ അതേ പിക്ചർ തന്നെ ഞാൻ അവിടെ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് മെനി കോപ്പീസ് ഓഫ് ടാർഗറ്റ് DNA. അതായത് നമ്മളൊരു ഏലിയൻ DNA നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഈ ഭാഗമായിട്ട് വരും ഏകദേശം ഒറി. ഈ ഒറിയിലേക്ക് നമ്മൾ ഏലിയൻ DNA ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഭാഗത്തേക്ക് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഭാഗമാണ്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് DNA മെനി കോപ്പീസ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. സൈറ്റ് ഇൻ പ്ലാസ്മിഡ് ഫ്രം വിച്ച് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് and it promotes replication of its own plasmid, as well as if any alien DNA is joined with it, they also make their copies too. Then they are main regulator of copy numbers, either linked DNA or its own DNA. കാരണം അവരാണ് എത്ര റെപ്ലിക്ക കോപ്പീസ് ഉണ്ടാക്കണമെന്ന് റെഗുലേറ്റ് ചെയ്യുന്നവര്. Then for cloning, always select or reserving the high copy numbers. നമ്മൾ ക്ലോണിങ്ങിന് എടുക്കുന്ന പ്ലാസ്മിഡ് വെക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതിനെപ്പോഴും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഹൈ റെപ്ലിക്ക കോപ്പീസ് തരാൻ കേപ്പബിലിറ്റി ഉള്ള ഒറിയുള്ള പ്ലാസ്മിഡിനെ മാത്രം എടുക്കുക. എന്നാലേ നമ്മൾ ലിങ്ക് ചെയ്യുന്ന DNA നമുക്ക് നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അപ്പൊ അതാണ് ഫസ്റ്റ് പാർട്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് സെലക്ടബിൾ മാർക്കർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറയില്ല പക്ഷെ പിന്നീട് പറയാമെന്ന് പറഞ്ഞത്, ആ ഒരു ഭാഗം ഇതാണ്. സെലക്ടബിൾ മാർക്കർ ആ വാക്കിൽ തന്നെയുണ്ട്. അതായത് ഒരു സെലക്ഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഭാഗം. ബട്ട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒന്നും കൂടി ഭംഗിയായിട്ട് പറയാം. മിക്ക കേസിൽ ഈ PBR 322 കേസിൽ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനാണ് ഇവിടുത്തെ സെലക്ടബിൾ മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ സൈറ്റ് ആണ്, വെക്ടർ പ്ലാസ്മിഡിൽ കാണുന്ന ഒരു സ്പെഷ്യൽ സൈറ്റ് ആണത്, വിച്ച് ഡിഫറൻഷിയേറ്റ്സ് ദം ഫ്രം നോർമൽ പ്ലാസ്മിഡ് ഓഫ് എ ഹോസ്റ്റ് സെൽ. അപ്പൊ ഇങ്ങനത്തെ സെലക്ടബിൾ മാർക്കർ ഉള്ള ഒരു പ്ലാസ്മിഡും സാധാരണ ഒരു ഹോസ്റ്റ് സെല്ലിന്റെ പ്ലാസ്മിഡും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു ആഡ് ചെയ്ത ഹോസ്റ്റ് സെല്ലിൽ ഒരു പ്ലാസ്മിഡ് ഉണ്ടാവുമല്ലോ, ആ ഒരു എന്താ പറയാ പ്ലാസ്മിഡിൽ നിന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാസ്മിഡിനെ. കാരണം ഇവർക്ക് എന്തുണ്ട്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്. നമ്മൾ എടുത്ത് ഈ PBR 322 ആ ഒരു പ്ലാസ്മിഡിന് നമ്മൾ എന്ത് ആന്റിബയോട്ടിക് ഇട്ട് കൊടുത്താലും അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. കാരണം അതിനകത്ത് ആ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്. അത് അവരിലുള്ള ഇതവർ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്ത പ്ലാസ്മിഡ് അല്ലേ, വെക്ടർ അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോപ്പർട്ടി, അതായത് ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന ഒരു ജീനുള്ള ഒരു സെലക്ടബിൾ മാർക്കർ ജീൻ അവർ ആഡ് ചെയ്ത് കൊടുത്തതാണ്. റോട്രിഗീസും ബോളിവറും ആഡ് ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു പ്ലാസ്മിഡിലേക്ക്. അപ്പൊ അതെങ്ങനെ ഒരു നാച്ചുറൽ പ്ലാസ്മിഡിൽ അത് കാണാൻ പറ്റുമോ? ഇല്ല, അത് നാച്ചുറൽ പ്ലാസ്മിഡിൽ കാണാൻ പറ്റില്ല. കാരണം അത് തരംതിരിക്കാൻ വേണ്ടി തന്നെ അവര് ഇട്ടുകൊടുത്തൊരു ഭാഗമാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ആഡ് ചെയ്തൊരു ഭാഗമാണ്, സ്പെഷ്യൽ സൈറ്റ് ആണ്. യൂഷ്വലി അത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനാണ് ആഡ് ചെയ്യാറ്. ആംപിസിലിൻ, ടെട്രാസൈക്ലിൻ രണ്ടും ഒരു ആന്റിബയോട്ടിക്കിന്റെ പേരാണ്. രണ്ട് ആന്റിബയോട്ടിക്സ്. ഇതിനോടാണ് സാധാരണ PBR 322 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. PBR 322ന്റെ ഈ രണ്ട് റീജൻസ് നോക്ക്, ആംപിസിലിൻ റെസിസ്റ്റൻസ്, ദെൻ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. കണ്ടോ, രണ്ട് ആന്റിബയോട്ടിക്കിനോടും റെസിസ്റ്റൻസ് കാണിക്കുന്ന ഒരു ജീന് പിങ്ക് കളറിലൂടെ കാണിച്ചിട്ടില്ലേ, അതാണ് അവർക്കുണ്ട്, അതവർക്കുള്ള ഭാഗമാണ്. ആദ്യം ഞാൻ പറഞ്ഞു ഈ വെക്ടറിൽ ഒറി ഉണ്ടെന്ന്. അത് എല്ലാ വെക്ടറിനും വേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്, നമുക്കറിയാം റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞത് സെലക്ടബിൾ മാർക്കർ, അതായത് സാധാ പ്ലാസ്മിഡിനെയും നമ്മുടെ വെക്ടർ പ്ലാസ്മിഡിനെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്മിഡ് ഉണ്ടാക്കണം. അതിനൊരു മാർക്കർ വേണം. ആ മാർക്കർ ജീനാണ് ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എന്ന് പറയുന്നത്. രണ്ട് തരം ആന്റിബയോട്ടിക്സ്, ആംപിസിലിൻ, ടെട്രാസൈക്ലിൻ, അതിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് ജീൻസ് മാർക്കർ ജീൻസ് ആയിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടാതെ ക്ലോറാംഫെനിക്കോൾ, കെനാമൈസിൻ, അങ്ങനെയും കുറെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ജീൻ ഉണ്ട്. അത് നിങ്ങൾ പഠിക്കണ്ട. ഇൻ നോർമൽ ഹോസ്റ്റ് ബാക്ടീരിയൽ സെൽസിൽ ദേ ആർ നോട്ട് പ്രസന്റ് ബട്ട് ഓൺലി പ്രസന്റ് ഇൻ വെക്ടർ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവരെ മാർക്കർ ജീനായിട്ട് എടുത്തത്. മനസ്സിലായോ? ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യലി മാനിപ്പുലേറ്റഡ്. ഈ ജീന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രാൻസ്ഫോർമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോർമൻസ്. ഇനി എന്താണ് ഈ ടേംസ് എന്ന് ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അറിയാത്തവർക്ക് ഇതാ, എബിലിറ്റി ഓഫ് എ ബാക്ടീരിയ ടു റെസിസ്റ്റ് ദ കില്ലിംഗ് പ്രോപ്പർട്ടി ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് ജസ്റ്റ് കണ്ടിന്യൂസ് ദിയർ ഗ്രോത്ത്, ബാക്ടീരിയൽ കോളനി ഫോർമേഷൻ. അതായത് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക, റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക. അതാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കണം, എന്നാലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. ദെൻ അടുത്ത് ട്രാൻസ്ഫോർമേഷൻ എന്താണ്, ട്രാൻസ്ഫോർമൻസ് എന്താണ്, നോൺ ട്രാൻസ്ഫോർമൻസ് എന്താണ്, അത് നമുക്ക് നോക്കാം. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് റീകോംബിനന്റ് DNA ഇൻടു ദ ഹോസ്റ്റ് ബാക്ടീരിയ. അതായത് നമ്മൾ പഠിച്ചില്ല, റീകോംബിനന്റ് DNA ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ഹോസ്റ്റ് സെല്ലിനുള്ളിലേക്ക് ആഡ് ചെയ്യണം. ജീൻ ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചില്ലേ, ആ ജീൻ ട്രാൻസ്ഫർ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട്
ട്രാൻസ്ഫോർമേഷൻ നടന്ന ബാക്ടീരിയൽ സെൽസ്, അതായത് ഹോസ്റ്റ് സെൽസ് ഉണ്ടാവും, നടക്കാത്ത ഹോസ്റ്റ് സെൽസ് ഉണ്ടാവും. നമ്മൾ ഈ പ്രോസസ് ഒക്കെ ചെയ്യുമ്പോഴേ ഒരു കൂട്ടം ഹോസ്റ്റ് സെൽസിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ റിക്കോംബിനന്റ് DNA ഇടുക. അപ്പോ അതിൽ തന്നെ നടന്ന ഹോസ്റ്റ് സെൽ ഉണ്ടാവും, ട്രാൻസ്ഫോർമേഷൻ നടന്ന ഹോസ്റ്റ് സെൽ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത ഹോസ്റ്റ് സെൽ ഉണ്ടായിരിക്കും. ആ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഹോസ്റ്റ് സെൽസ് നമ്മൾ ട്രാൻസ്ഫോർമൻസ് എന്ന് വിളിക്കും. ആൻഡ് ദേ ക്യാരി ദ പ്രോപ്പർട്ടീസ് ഓഫ് എ റീകോംബിനന്റ് വെക്ടർ DNA or that antibiotic resistance. അതായത് നമ്മള് ഈ വെക്ടറിൽ ഈ സെലക്ടബിൾ മാർക്കർ, ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഈ വെക്ടറിലേക്കാണല്ലോ നമ്മുടെ ഏലിയൻ DNA വെക്കുക. ആ ഏലിയൻ DNA നമ്മൾ വെക്കുമ്പോൾ ഇതെന്തായി? ഈ വെറും വെക്ടർ റീകോംബിനന്റ് വെക്ടർ DNA ആയി. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ? റീകോംബിനന്റ് വെക്ടർ DNA ഏലിയൻ DNA ഉണ്ടാവും, വെക്ടർ DNA ഉണ്ടാവും. വെക്ടർ DNA ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടി ഉണ്ടാവും. മനസ്സിലായി? ഇങ്ങനെയുള്ള റീകോംബിനന്റ് DNA പോയിട്ട് ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് കയറി എന്ന് വിചാരിക്കുക. അങ്ങനെ ആ റീകോംബിനന്റ് DNA സ്വീകരിച്ച ഹോസ്റ്റ് സെൽ ട്രാൻസ്ഫോർമൻസ്, കാരണം അവർക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടി, കാരണം അവരുടെ ഉള്ളില് ആ റീകോംബിനന്റ് പ്ലാസ്മിഡ് ഉണ്ട്, അതിന്റെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉണ്ട്. സോ അങ്ങനത്തെ ഹോസ്റ്റ് സെൽസ് നമ്മൾ ട്രാൻസ്ഫോർമൻസ് എന്നും, അല്ലാത്തവരെ അങ്ങനത്തെ പ്രോപ്പർട്ടി ഇല്ലാത്തവരെ നമ്മൾ നോൺ ട്രാൻസ്ഫോർമൻസ് എന്നും വിളിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു റീകോംബിനന്റ് DNA ടെക്നോളജി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആരൊക്കെയാണ് ട്രാൻസ്ഫോർമൻസ് എന്നും ആരൊക്കെയാണ് നോൺ ട്രാൻസ്ഫോർമൻസ് എന്നും കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും യൂസിങ് ദിസ് വെക്ടേഴ്സ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ അഥവാ സെലക്ടബിൾ മാർക്കർ ജീൻ. ക്ലിയർ അല്ലേ? അടുത്തത് ക്ലോണിംഗ് സൈറ്റ്. ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം റെക്കഗ്നീഷൻ സൈറ്റ് ആണ്. റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ള സൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റെസ്ട്രിക്ഷൻ സൈറ്റ്, അതായത് നമ്മുടെ ആ റെസ്ട്രിക്ഷൻ സൈമിന് കട്ട് ചെയ്യാനായിട്ട് തിരിച്ചറിയുന്ന സ്ഥലം, പാലിൻഡ്രോമിക് സീക്വൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏലിയൻ DNA നമ്മൾ കയറ്റുക. റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇവിടെയാണ്. എന്നിട്ട് നമ്മൾ ആ വെക്ടറിനോട് ചേർത്ത് വയ്ക്കും. ടോട്ടൽ ഒരു 20 ഡിഫറെന്റ് റെക്കഗ്നീഷൻ സൈറ്റ് ആണ് ഉള്ളത്. ആൻഡ് ആ 20 റെക്കഗ്നീഷൻ സൈറ്റിനും 20 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈമാണ് കട്ട് ചെയ്യുക. അതായത് ഒരു കട്ടിങ് എൻസൈമിന് ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ഉണ്ടാവുള്ളൂ, അതേ പാലിൻഡ്രോമിക് സീക്വൻസ് വേറെ എൻസൈമിന് വരൂ? ഇല്ല, ഓരോരുത്തർക്കും ഓരോ യുണീക്ക് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഈ പിക്ചറിൽ നോക്ക്, ഈ ആംബിസിലി റെസിസ്റ്റൻസ് ഇരിക്കുന്ന ഈ മാർക്കർസിന് ഇരിക്കുന്ന റീജിയനിൽ വരുന്നതാണ് ഈ PVU1 PST1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ്. അതാണ് ഞാൻ ഈ ടേബിളിലാക്കി കാണിച്ചിട്ടുള്ളത്. ആൻഡ് ടെട്രാസൈക്ലിൻ മാർക്കർജിന് ഇരിക്കുന്ന ഭാഗത്താണ് BAMH1ഉം SAL1ഉം വരുന്നത്. കണ്ടോ? ഇനി ക്ലാവൺ ആൻഡ് HIND3 അതെന്താണെന്നറിയോ? അത് ഒരു പ്രൊമോട്ടർ റീജിയൺ ആണ്. ടെട്രാസൈക്ലിൻ ജീനിന്റെ പ്രൊമോട്ടർ റീജിയൻ. പ്രൊമോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീനിന്റെ റെപ്ലിക്കേഷനെയും മറ്റും സഹായിക്കുന്ന ഒരു റീജിയൻ, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു റീജിയൻ, അതാണ് പ്രൊമോട്ടർ. ആ ജീനിന്റെ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റീജിയൻ, പ്രൊമോട്ടർ റീജിയൻ. അവിടെയാണ് ക്ലാവൺ ആൻഡ് HIND3. ഈ ക്ലാവൺ, HIND3, BAMH1, SAL1, പിന്നെ PVU2 അതുണ്ട്, പിന്നെ PST1, PVU1, ICOR1 നിൽക്കുന്നത് ഒറ്റയ്ക്കാണ്. ഇതൊക്കെ ഓരോ റെസ്ട്രിക്ഷൻ സൈറ്റുകളാണ്. നേരത്തെ പറഞ്ഞ പ്രോട്ടോകോൾ പ്രകാരമാണ് ഈ പേരുകളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെക്നിക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം ഇവിടെ. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ, 2 ഉണ്ട്. ഒന്ന് ആംബിസിലിനെ കൂടിയും മറ്റൊന്ന് ടെട്രാസൈക്ലിനെ കൂടിയും. ഇത് ചൂസ് ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ ട്രാൻസ്ഫോർമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോർമൻസ്. പിന്നെ ROP എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്, അതായത് പ്രോട്ടീൻ കോഡിംഗ് ഫോർ റെപ്ലിക്കേഷൻ എൻസൈം. ഈ ഒരു വെക്ടറിന് ആവശ്യമായിട്ടുള്ള റെപ്ലിക്കേഷൻ എൻസൈംസ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ്, ഒരു റീജിയൻ ഓഫ് ജീനാണ് ROP.
അപ്പോ ഇവർക്ക് ഇവരുടെ വക റെപ്ലിക്കേഷൻ എൻസൈം കിട്ടും, പിന്നെ ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്നും റെപ്ലിക്കേഷൻ എൻസൈം കിട്ടും. അതാണ് ROP എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പ്രസന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ് PVU2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകളൊന്ന് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ഓർഡറിൽ നോക്കൂ. HindIII, BAMH1, SAL1, PVU2, PST1, PVU1, EcoR1 ആൻഡ് CLA1. ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. ആ ഓർഡർ കൃത്യം പഠിക്കുക. ഏത് മാർക്കർ ജീൻ്റെ ഉള്ളിലാണ് ഏത് റെസ്ട്രിക്ഷൻസ് വരുന്നത്, അങ്ങനെ കറക്റ്റ് ഓർഡറിൽ പഠിച്ചേക്കുക. ഈ പിക്ചർ വരയ്ക്കാൻ പഠിക്കുക. വെക്ടർ എന്നുള്ള ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് ബോർഡ് എക്സാമിന്. പ്ലീസ് കൈൻഡ്ലി ഈ പേരൊന്ന് പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് ഈ PBR 322ന്റെ ക്വസ്റ്റ്യൻ എക്സാമിന് വരും. എങ്ങനെയാണെന്നോ, അതിന്റെ ഓരോ പാർട്സും ഓരോ സെക്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വിത്ത് പിക്ചർ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചർ ബൈ ഹാർട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും. പക്ഷെ ബൈ ഹാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടേ ഞാനൊരു സ്റ്റോറി പോലെ ഈ ഓരോ പാർട്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കഥയാണ്. ശ്രദ്ധിച്ച് കേട്ടോ. അതായത് ഭാമയും സാലിമയും എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികളുണ്ട്. എന്താ പേര്? ഭാമ, സാലിമ. ഭാമയും സാലിമയാണ് എൻ്റെ PBR 322ലെ BAM H1ഉം സാൽ H1ഉം. ഓക്കെ, ഭാമയും സാലിമയും ക്ലോസ് ഫ്രണ്ട്സാ. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവർ ഹിന്ദി സബ്ജക്റ്റിൽ ഭയങ്കര വീക്ക്. അപ്പൊ അവർക്ക് അവരുടെ പപ്പയും അമ്മയും ചേർന്നിട്ട് ഹിന്ദിക്ക് ഒരു ട്യൂഷൻ ക്ലാസ് വെച്ചു കൊടുത്തു. അപ്പൊ ഡെയിലി അവർക്ക് അതിന് വേണ്ടി പോകണം. ഭാമയും സാലിമയും ഹിന്ദി ട്യൂഷൻ ക്ലാസ്സിൽ പോണ വഴിക്ക് കഴിക്കാത്ത ഫുഡുകളില്ല. അവര് പോണ വഴിക്ക് മുഴുവൻ അവരെ ഫുഡ് കഴിക്കും. അപ്പൊ ഇവരുടെ ട്യൂഷൻ ക്ലാസ് നിൽക്കുന്നത് ദാ ഇവിടെയാണ്. ദാ ഹിന്ദ് III ഇതാണ് ഇവരുടെ ട്യൂഷൻ ക്ലാസ്. ആൻഡ് അത് എടുക്കുന്നത് ക്ലാര മിസ്. അപ്പൊ ക്ലാര മിസ് നടത്തുന്ന ഹിന്ദി ക്ലാസ് ആണ് അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോ ഈ ഒരു പോർഷനിലേക്ക് അവർ എത്തേണ്ടത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വേണം അവർക്ക് എത്താൻ. ഇങ്ങനെ ക്ലോക്ക് വൈസിൽ പോയാലേ അവർക്ക് അത് എത്താൻ പറ്റൂ ആ ട്യൂഷൻ ക്ലാസ്സിലേക്ക്. അപ്പോൾ ഭാമയും സാലിമയും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ആദ്യം ഭാമയുടെ വീട്, പിന്നെ സാലിമയുടെ വീട്. അങ്ങനെ അവർ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. അവർ തമ്മിൽ സംസാരിച്ച് പതുക്കെ ട്യൂഷൻ ക്ലാസ്സിൽ പോവാണ്. പോണ വഴിക്ക് ഒരു നല്ല അടിപൊളി പാവ് ബജിയുടെ കടയുണ്ട്. ആ കടയുടെ പേര് ROP, റോപ്പ് എന്നാണ്. റോപ്പ്. ഈ റോപ്പ് കടയിലെ ഏറ്റവും ഫേമസ് ആണ് പാവ് ബജി. PVU2 പാവു ബജി എന്ന് ആലോചിക്കാം. അപ്പൊ പാവുലത്തെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് PVU2 പോലെ ആലോചിക്കാം. ഈ പാവ് ബജി കടയിലെ ഏറ്റവും സ്ഥിരം കസ്റ്റമർ നമ്മുടെ ഭാമയാണ്. ഭാമയ്ക്ക് പാവ് ബജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പാവ് ബജി 2 എണ്ണം അവള് പൊതിഞ്ഞു വാങ്ങിച്ചു. അങ്ങനെ PVU2 കൊണ്ട് ഭാമ പോയി. ഭാമ അങ്ങനെ പോയി സാലിമി ഒപ്പണ്ട് പോയി ലാസ്റ്റ് ഒരു കട വന്നു. ഈ കടയാണ് നമ്മുടെ സാലിമയുടെ ഫേവററ്റ് കട. ട്യൂഷൻ ക്ലാസ് എത്താറായി. പോണ വഴിക്ക് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. ഇനി ഇടയ്ക്ക് വെച്ച് വഴിക്ക് അവർ വേറെ സംഭവം തിന്നും. അത് ഒറിയാണ്. ഓറിയോ അത് ആലോചിച്ച് വെക്കാം. ഒറീനെ ഓറിയോ ആയിട്ട് ആലോചിച്ച് വെക്കാം. അത് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ഭാമയ്ക്കും സാലിമയ്ക്കും ഇഷ്ടമാണ്. അപ്പൊ അവരത് രണ്ടുപേരും കഴിക്കും. പക്ഷെ സാലിമയ്ക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യമുണ്ട്. അത് പിസ്ത ഐസ്ക്രീമാണ്. അത് അവളുടെ ഫേവററ്റ് ആണ്, പിസ്ത ഐസ്ക്രീം. അങ്ങനെ ആലോചിക്കാം. PST പിസ്ത അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് ആലോചിക്കാം കേട്ടോ. അങ്ങനെ ഈ പിസ്ത ഐസ്ക്രീം ഒരെണ്ണം നമ്മുടെ സാലിമയും വാങ്ങിച്ചു. അപ്പോ നേരത്തെ 2 പാവ് ബജിയാണ് നമ്മുടെ ഭാമ വാങ്ങിച്ചത്. അതിൽ ഒരെണ്ണം അവൾ അവിടെ വെച്ചെന്നെ കഴിച്ചു. പിന്നെ ഒരു പാവ് ബജി ഇവിടെ ബാക്കിയുണ്ട്. അതവള് ഈ സാലിമ ഈ പിസ്ത ഐസ്ക്രീം തിന്നുന്ന സമയത്ത് അവള് പാവ് ബജി തിന്നു. കാരണം അവൾക്ക് പിസ്ത ഐസ്ക്രീം ഇഷ്ടമല്ല. അപ്പോൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. ട്യൂഷൻ ക്ലാസ് തൊട്ടടുത്തുണ്ട്. പിസ്ത കടയുടെ തൊട്ടടുത്താണ് നമ്മുടെ ഹിന്ദി ട്യൂഷൻ ക്ലാസ്. ആരാ നടത്തുന്നത്? ക്ലാര മിസ്. അപ്പോ പെട്ടെന്ന് അവരൊരു എക്കോ കേട്ടു. എന്തോ ഒരു എക്കോ. ആ എക്കോ എന്ന് പറയുന്നത് എന്താ? ഹിന്ദി ക്ലാസ്സിന്റെ എക്കോ ആണ്.
വലിയ മൈക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ ക്ലാര മിസ് അവിടെ നിന്ന് തകർപ്പൻ ക്ലാസ് എടുക്കലാണ്. അവരവിടെ നിന്ന് ഫുഡ് കഴിക്കുക. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഫുഡ് കഴിച്ച് സമയം വൈകി. വേഗം ഓടി സ്റ്റെയർ കേസ് കയറി നോക്കുമ്പോ ക്ലാര മിസ് നിന്ന് പഠിപ്പിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ലേറ്റ് ആയെന്ന്. അങ്ങനെ ലേറ്റായി വന്ന ക്ലാര മിസ് അവർക്ക് ഹിന്ദിയിലെ 3rd ചാപ്റ്റർ മുഴുവനും പണിഷ്മെന്റ് കൊടുത്തു. ഒരു 3 പ്രാവശ്യം ഹിന്ദിയിലെ 3ാമത്തെ ചാപ്റ്റർ മുഴുവനും എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ലേറ്റായി വന്ന ബാമിക്കും സാലിമയ്ക്കും പണിഷ്മെന്റ് കിട്ടി. സ്റ്റോറി എൻഡ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ബാമിയും സാലിമയും ഉണ്ടായിരുന്നു. ബാമിയും സാലിമയും ഫ്രണ്ട്സ് ആണ്. അവർ ഹിന്ദി ട്യൂഷൻ ക്ലാസ് നടത്തുന്ന ക്ലാര മിസ്സിന്റെ അവിടേക്കാണ് പോകുന്നത്. പോണ വഴിക്ക് ബാമ 2 പാവ് ബജി ഓർഡർ ചെയ്തു റോപ്പ് എന്ന് പറയുന്ന കടയിൽ നിന്ന്. പിന്നെ പോണ വഴിക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് 2 പേർക്കും ഇഷ്ടം. 2 പേരും കഴിച്ചു. പിന്നെ പിസ്തക്കട വന്നു. പിസ്തക്കട വന്നപ്പോൾ സാലിമ പിസ്ത ഓർഡർ ചെയ്തു ഒരെണ്ണം. അപ്പോ ബാമ ബാക്കിയുള്ള പാവ് ബജി ഒരെണ്ണം കഴിക്കുകയാണ്. പിന്നെ തിന്നിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഒരു എക്കോ കേട്ടു. ആ എക്കോ എന്താണ്? നമ്മുടെ ക്ലാര മിസ് അവിടെ തകർപ്പൻ ക്ലാസ് എടുക്കുകയാണ്. ആ എക്കോ അടിച്ച് അവർ 2 പേരും ഓടി ചെന്നു. സ്റ്റെയർകേസ് കയറി ക്ലാസ്സിലെത്തിയപ്പോൾ ക്ലാര മിസ് അവിടെ ഹിന്ദിയിലെ ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേറ്റായി വന്ന 2 പേർക്കും പണിഷ്മെന്റ് ആയിട്ട് ഹിന്ദിയിലെ 3rd ചാപ്റ്റർ 3 പ്രാവശ്യം എഴുതി കൊണ്ടുവരാൻ ക്ലാര മിസ് പറഞ്ഞു. ഇതാണ് നമ്മുടെ PBR 322. അതിലിടയ്ക്ക് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആംബിസിലി റെസിസ്റ്റൻസും പിന്നെ ടെട്രാസൈക്ലിക് റെസിസ്റ്റൻസും ഇവിടെയാണ് വരുന്നതെന്നും ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അത് മാത്രം ജസ്റ്റ് നിങ്ങൾക്ക് കഥയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെക്കുക. ആംബിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ ഇതുകൂടി ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ആലോചിക്കാം. ബാമിയും സാലിമയും താമസിക്കുന്ന കോളനിയുടെ പേര് ടെട്രാസൈക്ലിൻ കോളനി എന്നാണ്. പിന്നെ പിസ്തക്കട നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉള്ള സ്ട്രീറ്റിലാണ് നിൽക്കണേന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ച് വെക്കാം, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പൊ പല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോറി ഉണ്ടാക്കാം. സ്റ്റോറി ഉണ്ടാക്കി പഠിക്കുമ്പോഴുള്ള ഗുണം യു വിൽ നെവർ ഫോർഗെറ്റ്. അതാണ് അതിൻ്റെ ഒരു പവർ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കഥ പഠിങ്ങില്ലേ? പാമ താമസിക്കുന്ന സ്ട്രീറ്റിന്റെ പേരാണ് ടെട്രാസൈക്ലിൻ. ആംബിസിലിൻ സ്ട്രീറ്റിലാണ് പിസ്ത നിൽക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു.